എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 20/5/2024 നടത്തിയ LGS ലെവൽ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 61/2024. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ഓപ്ഷൻ ബി, റൗലറ്റ് ആക്ട്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ, മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമേത്? ഓപ്ഷൻ ഡി, ലാഹോർ. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി? ഓപ്ഷൻ ഡി, കഴ്സൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ സി, സരോജിനി നായിഡു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ഡി, 44-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ എ, അമേരിക്ക. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി? ഓപ്ഷൻ ഡി, സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി, രാഷ്ട്രപതി. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ, തൃശൂർ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി, വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഓപ്ഷൻ ബി, ആറ്റിങ്ങൽ കലാപം. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി? ഓപ്ഷൻ സി, EMS നമ്പൂതിരിപ്പാട്. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി? ഓപ്ഷൻ എ, ഗൗരി പാർവതിഭായ്. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. 1998 G20 രൂപീകരിക്കപ്പെട്ടതെന്ന പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ ബി, കണ്ണൂർ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംഘടന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര്? ഓപ്ഷൻ ബി, പോട്ടി ശ്രീരാമലു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ സി, 1, 2, 3. ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഓപ്ഷൻ എ, സോവിയറ്റ് യൂണിയൻ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? ഓപ്ഷൻ ബി, APJ അബ്ദുൽ കലാം.
കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത. ഓപ്ഷൻ ബി ജിലിമോൾ മാരിയറ്റ് തോമസ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ഓപ്ഷൻ ബി ശ്രീലങ്ക. വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? ഓപ്ഷൻ സി 7ാം സ്ഥാനം. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? ഓപ്ഷൻ ഡി സജി ചെറിയാൻ. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേര്? ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യമേത്? ഓപ്ഷൻ എ ചൈന. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ സി പെരിയാർ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം? ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഓപ്ഷൻ ബി ശാസ്താംകോട്ട. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 9. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ സി ഡക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ ഡി പമ്പ. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി ആലപ്പുഴ. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ഓപ്ഷൻ സി പുന്നമടക്കായൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 941. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ സി AJ ദേശായി. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ ബി സൈലന്റ് വാലി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ സി മേഘാലയ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏതു വർഷം? ഓപ്ഷൻ സി 1973. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആര്? ഓപ്ഷൻ ബി ജഗദീപ് ധൻകർ. ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ഓർബിറ്റർ. താഴെ പറയുന്നവയിൽ അമൃത ഷേർഗിലിന്റെ ചിത്രം ഏത്? ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം. ചരക്ക് സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത്? ഓപ്ഷൻ ബി 1 ജൂലൈ 2017. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ സി പ്രേംചന്ദ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഏഷ്യ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഓപ്ഷൻ ഡി അല്ലു അർജുൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? ഓപ്ഷൻ ബി കാലം സാക്ഷി.
2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഓപ്ഷൻ എ ഇന്ത്യ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ എ ഹൈദരാബാദ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഉളിപ്പല്ല് കോമ്പല്ല് ചർവണകം അഗ്ര ചർവണകം. ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ, ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ, ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ, ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. ഓപ്ഷൻ ബി 2 മാത്രം ശരി. കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഓപ്ഷൻ സി പയർ. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? ഓപ്ഷൻ സി കണ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? ഓപ്ഷൻ ബി 2 മാത്രം ശരി. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി മലപ്പുറം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമേത്? ഓപ്ഷൻ സി 2003. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? ഓപ്ഷൻ എ ആർദ്രം. മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയുത്തരം കണ്ടെത്തുക. ഓപ്ഷൻ സി വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ്. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തതേത്? ഓപ്ഷൻ ഡി ജയന്റ് വീലിന്റെ ചലനം. കൂട്ടത്തിൽപ്പെടാത്തതേത്? ഓപ്ഷൻ ബി ടൈറ്റാനിയം. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 2, 3 ശരി. കണികകളുടെ ഊർജം കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചതെവിടെ? ഓപ്ഷൻ ബി ജപ്പാൻ. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ ഡി വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവന അല്ലാത്തത്. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ചിക്കൻ പോക്സ്. നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹകജീവി ഏത്? ഓപ്ഷൻ എ വവ്വാൽ. ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ഓപ്ഷൻ സി ഡയബറ്റിസ് മെലിറ്റസ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം? ഓപ്ഷൻ സി ഇരുമ്പ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ എ സ്ഫിഗ്മോ മാനോമീറ്റർ. രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏത്? ഓപ്ഷൻ ഡി പ്രമേഹം. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ സി
ലിംഫോസൈറ്റ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ എ WIFS. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ഡി ബാലമിത്ര. താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ഓപ്ഷൻ സി കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആര്? ഓപ്ഷൻ എ ക്യാപ്റ്റൻ ഗീതിക കൗൾ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏത്? ഓപ്ഷൻ ബി കൊൽക്കത്ത. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി തുടങ്ങനാട്. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി 28%. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ. 3030 ഹരണം 15 + 15 സമം. ഓപ്ഷൻ എ 217. രണ്ട് സംഖ്യകളുടെ ലാസാഗു 108ഉം ഉസാഗ 18ഉം സംഖ്യകളിലൊന്ന് 54ഉമായാൽ മറ്റേ സംഖ്യ ഏത്? ഓപ്ഷൻ ബി 36. ചെറുതേത്? ഓപ്ഷൻ ബി 8/13. 5/6.625 സമം 0.7547 ആയാൽ 5/6625 എത്ര? ഓപ്ഷൻ സി 0.0007547. സ്ക്വയർ റൂട്ട് ഓഫ് 1 36/64 സമം. ഓപ്ഷൻ ഡി 1/4. 9 സംഖ്യകളുടെ ശരാശരി 80 ആണ്. ഇതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70ഉം അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 90ഉമായാൽ അഞ്ചാമത്തെ സംഖ്യ ഏത്? ഓപ്ഷൻ എ 80. 600 രൂപയ്ക്ക് 20% ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില എത്ര? ഓപ്ഷൻ എ 500. ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കുമെങ്കിൽ അതേ വേഗതയിൽ ആ കാർ 110 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്ര? ഓപ്ഷൻ ഡി 1 മണിക്കൂർ 50 മിനിറ്റ്. സ്ക്വയർ റൂട്ട് ഓഫ് 3249 സമം 57 ആണ് എങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 3249 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 32.49 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 3,24,900 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 0.3249 എത്ര? ഓപ്ഷൻ ബി 632.13. 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് 8 ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭ ശതമാനം എത്ര? ഓപ്ഷൻ സി 25. -7 + 5 × -3 മൈനസ് 7 × -2 പ്ലസ് 13 - 5 പ്ലസ് 14 / 2 സമം. ഓപ്ഷൻ സി 7. 4 7 12 19 39. ഓപ്ഷൻ ബി 28. 93ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 27. സമാനമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി 5 11 17 22. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ അവയുടെ നമ്പർ പ്രകാരം അർത്ഥവത്തായി ക്രമീകരിച്ചാൽ യോജിച്ചത് ഏത്? രേഖ, കോൺ, ബിന്ദു, ത്രികോണം. ഓപ്ഷൻ ബി 3 1 2 4. ബിന്ദു, രേഖ, കോൺ, ത്രികോണം. കൂട്ടത്തിൽ പെടാത്തത് ആര്? 31 41 51 61. ഓപ്ഷൻ സി 51.
നീ ജനിച്ചപ്പോൾ എനിക്ക് നിന്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു, അച്ഛൻ മകനോട് പറഞ്ഞു. അച്ഛന് ഇപ്പോൾ 50 വയസ്സുണ്ടെങ്കിൽ മകൻ്റെ ഇപ്പോഴുള്ള പ്രായം എത്ര? ഓപ്ഷൻ സി 25. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും 50 മീറ്റർ കിഴക്കോട്ട് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 70 മീറ്റർ നടന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ നടന്ന് ജോലിസ്ഥലത്ത് എത്തിച്ചേരുന്നു. എന്നാൽ വീട്ടിൽ നിന്നും നേർവഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് ജോലിസ്ഥലത്തെത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? ഓപ്ഷൻ എ 130 മീറ്റർ. -1 ഹോൾ റൈസ് ടു 5 പ്ലസ് -1 ഹോൾ റൈസ് ടു 101 പ്ലസ് -1 ഹോൾ റൈസ് ടു 200 പ്ലസ് -1 ഹോൾ റൈസ് ടു 702 സമം ഓപ്ഷൻ ബി 0. 61 എത്ര 6 ഒന്നുകളുണ്ട്? ഓപ്ഷൻ എ 366. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കേരള PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.